ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സിജി രവീന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ സിജി രവീന്ദ്രൻ, ഇതിപ്പോൾ നമ്മൾ ഈ കാണുന്നവരും അല്ലെങ്കിൽ ഇത് അനുഭവിച്ചവരും ഇതിനെക്കുറിച്ച് അറിയുന്നവരും ഒക്കെ സതീശനെ പറ്റി ഒറ്റ കാര്യമാണ് പറയുന്നത്, അയാളൊരു സൈക്കോപാത്താണ്, അയാളൊരു സൈക്കോ ആണെന്നാണ്. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയിലെ ഷമിയുടെ സ്വഭാവമാണ് അയാൾ കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ ഈ പെൺകുട്ടി 11 വർഷമായി ഈ പീഡനങ്ങളൊക്കെ സഹിക്കുമ്പോഴും അയാൾ ഏതെങ്കിലും ഒരു സ്വബോധത്തിൽ പറയുന്ന നല്ല വാക്ക് കേട്ട് അല്ലെങ്കിൽ സ്നേഹപ്രകടനങ്ങളിൽ വിശ്വസിച്ച് ഇയാൾ ഇനിയും നേരെയാകും എന്ന് കരുതി കൂടെ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ പ്രവചിക്കാൻ കഴിയാത്ത സ്വഭാവവും കൊണ്ട് നടക്കുന്ന ഈ സതീശനെ വിശ്വസിച്ചാണ് ആ പെൺകുട്ടി കഴിഞ്ഞ 11 വർഷം അയാൾക്കൊപ്പം ജീവിച്ചത്. ആ പെൺകുട്ടിയും അവർക്കുണ്ടായ ഒരു കുഞ്ഞും. അതിനുശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നെങ്കിൽ ഇവർക്കൊരു ഡോക്ടറെ കാണിക്കാമായിരുന്നു, അല്ലേ? അത് കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, നിയമവഴികൾ തേടുന്നു, അവിടെ പ്രശ്നം അവസാനിക്കുന്നില്ല. എന്താണ് ഇതൊരു മനോരോഗത്തിൻ്റെ ലക്ഷണമാണോ അയാളുടെ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ തോന്നുന്നത്? ഇപ്പം ഞാൻ ആ വീഡിയോ ഒരിക്കൽ കൂടി കാണിക്കാം. അതാണോ ഇതൊരു കൊലപാതകമായിരിക്കാനുള്ള സാധ്യത ഡോക്ടർ സിജി രവീന്ദ്രൻ ഈ രോഗത്തിന്റെ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ കാണുന്നുണ്ടോ? ഉറപ്പായിട്ടും എനിക്ക് ആദ്യം പറയാനുള്ളത് ഇതൊരു ലേൺ ഹെൽപ്ലെസ്നെസ്. എനിക്ക് ആ കുട്ടിയുടെ കാര്യം ആദ്യം പറയണം. എനിക്ക് അമ്മ ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന അമ്മയുടെ മുമ്പിൽ തന്നെ ഇത് പറയാൻ എനിക്ക് വിഷമമുണ്ട്. ഇതിന്റെ ഈ ടൈപ്പിൽ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് ഒക്കെ ഇതിനെ കുറിച്ച് പറയാൻ എനിക്ക് പോലും കുറെ പേർക്കെങ്കിലും ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് പറയാനുള്ളത്. സോ ലേൺ ഹെൽപ്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടി അവള് വളരെ യങ് ഏജിൽ കല്യാണം കഴിച്ചതാണ്, അല്ലെ? ഒരു കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് അബ്യൂസ് ഫേസ് ചെയ്യുമ്പോൾ ആ കുട്ടി ഒരു സമയത്ത് അവള് തന്നെ അവളുടെ ആക്ഷനും അവളുടെ സേഫ്റ്റിക്കോ പീഡത്തിനോ ഒന്നും അവളൊരു പവർലെസ് ആവും. അവൾക്ക് മുന്നോട്ട് ഒരു ശക്തി ഇല്ലാതാവും. അത് ഇമോഷണലി പാരലൈസ്ഡ് എന്ന് പറയും. നമ്മുടെ ബോഡി പാരലൈസ് ആവുന്ന പോലെ തന്നെയാണ് ഇമോഷണലി പാരലൈസ് ആവുന്നത്. അതിന്റെ കൂടെ ട്രോമ ബോഡി. കാരണം ഇവന്റെ അമ്മ പറയുന്നതും അല്ലെ അയൽവക്കക്കാർ പറയുന്നതും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവൻ ചെയ്യുന്ന അപ്പോളജി, പോയി കാല് പിടിക്കുക, പിന്നെ ക്ഷമ ചോദിക്കുക, കരയുക, പിന്നെ വിക്ടിം റോൾ, അതായത് എനിക്ക് ആരും ഇല്ല, നീ മാത്രമല്ലേ ഉള്ളൂ എനിക്ക്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവൾ കുട്ടിയിലോട്ട് ഫോഴ്സ് ചെയ്ത് ലാസ്റ്റില് ആ കുട്ടി ഒന്ന് ട്രാഷിലായി എന്ന് കാണുമ്പോൾ പിന്നെ അവൻ കളിക്കുന്നത് ഒരു ഗിൽറ്റ് ട്രിപ്പിംഗ് ആണ്. അതായത് നീ കാരണമാണ്, നീ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടല്ലേ, നിനക്കറിയത്തില്ല. കാരണം അതിന് ഏറ്റവും മനസ്സിലാക്കാവുന്ന കാര്യം അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു നാർസിസിക് ബിഹേവിയർ ആണ്. ആ കുട്ടിക്ക് ഒരു ഡിപ്പെൻഡൻസി ട്രേറ്റ്സും അവൻ തന്നെ കൊണ്ടുവന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് അതെനിക്ക് ക്ലിയർലി മനസ്സിലായത്. കാരണം റീസൺ എന്താണെന്ന് വെച്ചാൽ അല്ലാതെ നമ്മളൊന്ന് ആലോചിച്ച ആ കുട്ടി മരിച്ചു കിടക്കുമ്പോൾ ആർക്കാണ് പെട്ടെന്ന് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഒരു സെന്റൻസ് എഴുതാൻ പറ്റുന്നത്? അത് തന്നെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് അവൻ ആദ്യം എടുത്തതാണ്. അത് അവന്റെ ഓരോ ബുദ്ധിയാണ്. പോലീസുകാർ അത് കണ്ടുപിടിക്കട്ടെ. ആൻഡ് ഇന്നത്തെ ഇന്റർവ്യൂവിൽ നോക്കിയാലും മതി, ഭയങ്കരമായിട്ട് അവൻ കുഞ്ഞ് മോളെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവൻച്വലി അവൻ എപ്പോഴും അവനെ തന്നെയാണ് സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അല്ലാതെ ഒരു കാര്യം ആലോചിച്ചോ, അവൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പൈസക്കൊക്കെ പ്രശ്നമുണ്ട്, ജോലി പോകുമായിരിക്കും, അതിന് ഞാൻ അപ്പൊ തന്നെ HR ഒരു ഇമെയിൽ അയച്ചു എന്നുള്ളത്. വൈഫിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് ഈ കുഞ്ഞു മോളെന്നൊക്കെ പറഞ്ഞവൻ തന്നെ ആ മൊമെന്റിൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവൻ സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അത് തന്നെയാണ് ആ നാർസിസിക് ബിഹേവിയർ. ആ വ്യക്തിമിനെ ഒന്നുമല്ലാതാക്കി അവരിലോട്ട് പുഷ് ചെയ്യുവാണ്. ആ ഒരു ട്രോമ ബോഡിയിൽ കൂടെ നീയാണ് കുറ്റക്കാരി, നീ കാരണമാണ്, നീ ഇങ്ങനെ സംസാരിച്ചില്ലേ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഒരു ചെറിയ കുട്ടി, ഇപ്പൊ അവൾക്ക് 30 years ആയിട്ടുള്ളൂ, ആ 30 വയസ്സ് ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ച ആ മോള് എന്തായിരിക്കും അവളുടെ തോട്ടില്? അവളുടെ തന്നെ കൺഫ്യൂഷൻ ആകത്തില്ലേ? റോളർ കോസ്റ്റ് പോലെയാ. അതായത് ചില സമയത്ത് എപ്പോഴെങ്കിലും ഒരു ലവോ അല്ലെങ്കിൽ സ്നേഹമോ കൊടുക്കും, ഒരു ബ്രെഡ് ക്രംബിംഗ് എന്ന് പറയത്തില്ലേ. കാരണം എപ്പോഴെങ്കിലും കിട്ടുന്ന ആ സ്നേഹം ചിലപ്പോൾ അത് ഭയങ്കരമായിട്ടായിരിക്കും കൊടുക്കുക. പുറത്തു കൊണ്ടുപോവുക, ഡ്രസ്സ് മേടിച്ചു കൊടുക്കുക. ഫോട്ടോസിലൊക്കെ നമുക്ക് കാണാം, ദുബായ് മോളിലോ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുള്ള ഫോട്ടോസും ചേർത്ത് വെച്ചിരിക്കുന്ന സെൽഫികളും ഒക്കെ. ആ കുട്ടിയുടെ കണ്ണിൽ തന്നെ കാണാം. ആ സമയത്ത് അവള് ഒരു വീദേശൻ മൂവീസിനെ പോലെ കൈൻഡ് ഓഫ് ഭയങ്കര കളർഫുൾ ആക്കി എടുക്കും അവർ ആ സമയങ്ങളിൽ. അതാണ് ഏറ്റവും ഡിഫിക്കൽട്ടി. എന്നിട്ട് ഏത് മൊമെന്റിലും ഇത് പൊട്ടുമെന്നുള്ള ഒരു എക്സെൽസിന്റെ മേളിൽ കൂടി നടക്കുന്ന പോലെ ആയിരിക്കും, ഒരു മുട്ടയുടെ മേളിൽ കൂടി നടക്കുന്ന പോലെ ആയിരിക്കും. എപ്പോ വേണമെങ്കിലും ഇത് പൊട്ടും എന്നുള്ളത് ആ കുട്ടിക്ക് അറിയാം. പക്ഷേ ഇത് കിട്ടാൻ വേണ്ടി, ആ സ്നേഹം അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കുട്ടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കും. ഓക്കെ, എന്റെ ഭർത്താവ് പറയുന്നതായിരിക്കും ശരി, ആൾക്കും ആരും ഇല്ലല്ലോ, എന്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ, അല്ലെങ്കിൽ അതുപോലെ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുമായിരിക്കും, നിനക്ക് എന്തുണ്ട്, നിനക്ക് വിദ്യാഭ്യാസം ഇല്ല, അല്ലെ ജോലി കിട്ടില്ല, നിനക്ക് പൈസ ഇല്ല, നിന്റെ വീട്ടുകാരൊന്നും ഈ പറയുന്ന പോലെ സ്നേഹിക്കുന്നൊന്നും ഉണ്ടാവത്തില്ല. ഇങ്ങനെയുള്ള പല രീതിയിലും ഇവരെ ഇങ്ങനെ സൈക്കോളജിക്കലി ഇദ്ദേഹം ചെയ്യുന്നുണ്ടാവും. ആ നാർസിസിക് ബിഹേവിയർ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇവര് ഡിപ്പെൻഡന്റ് ആണ്. ഇവർക്ക് വേറെ വഴിയില്ല, ഇവർ ചിന്തിക്കുന്നതാണ് വേറെ വഴിയില്ല എന്നുള്ളത്. അപ്പൊ ഇതിനൊക്കെ
ഒരിക്കലും ഒരു പ്രോബ്ലി ഒത്തിരി ഫ്രണ്ട്സും അമ്മയും എല്ലാം, കാരണം ഇപ്പൊ ബോൾഡ് ആയിട്ട് ഈ അമ്മ ഇവിടെ വന്ന് പറയുന്നതിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇനി ഒരു കുഞ്ഞുങ്ങൾക്ക് ഇത് വരില്ലെന്ന് ചിന്തിച്ചിട്ടായിരിക്കുമല്ലോ ഈ അമ്മ ഇത് വന്ന് പറയാൻ ഇത്രയും വലിയൊരു സ്റ്റെപ്പ് എടുക്കുന്നത് തന്നെ. അപ്പം ഇതുപോലുള്ള ഒരു അമ്മയും ബോൾഡായിട്ട് അമ്മയൊക്കെ ഉള്ള ഒരു മോള് അത് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല അത് ചെയ്തതാണോന്ന്. അത് ബിക്കോസ് ഇന്നത്തെ ആളുടെ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ ശരിക്കും ഡൗട്ട് തോന്നിയ ഒരു കാര്യം. അതേപോലെ ആ ഫ്രണ്ട്സും എല്ലാം സപ്പോർട്ടിന് ഉണ്ടായിട്ട് പോലും ഈ കുട്ടിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഫേസ് ചെയ്യേണ്ടതും ഇതൊരു രോഗം, ഇതിന് ട്രീറ്റ്മെന്റ് ആയിരുന്നു വേണ്ടത്. അല്ലാതെ ഇത് ശരിയാകും, നാളെ ശരിയാകും, നീ പോരെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ കുട്ടിക്ക് ഒരു എക്സിറ്റ്, അതായത് പുറത്തോട്ട് ഇറങ്ങാനുള്ള ഒരു വഴി ആ കുട്ടിയുടെ കണ്ണിലില്ല. കാരണം അത്രത്തോളം ആ ട്രോമ ബോണ്ടിങ്ങിൽ ആ കുട്ടി പെട്ടുപോയി. അവർ ലേൺ ഹെൽപ്ലെസ്നെസ് ഇതിനകത്ത് അങ്ങ് പെട്ടുപോയി. അപ്പൊ അതിനകത്ത് അവർക്ക് സൊല്യൂഷൻ അവർ എത്ര നോക്കിയാലും കിട്ടില്ല. ഇതൊരു മേജർ പ്രോബ്ലം ആണ്. ഇനിയിപ്പോ ഇത് കാണുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിലും ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയും, ഈ വിക്ടിം കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാസ് ലൈറ്റിംഗിൽ പോലും നീ ഓവർ ആക്ടിങ് ചെയ്താൽ നിന്റെ ചിന്തകളാണ്, ഇതൊക്കെ എല്ലാ വീടുകളിലും സംഭവിക്കുന്നതാ. ഞാൻ നിന്നെ എന്ത് ചെയ്തില്ല, നിനക്ക് ഞാൻ മാല മേടിച്ചു തന്നില്ലേ, സാരി മേടിച്ചു തന്നില്ലേ, വളം മേടിച്ചു തന്നില്ലേ, ആരിത് ചെയ്യും. അപ്പൊ ഇതൊക്കെ തന്നെ ഈ കുട്ടി തന്നെ ഓർക്കും ഷെയിമായിട്ടും ഒരു പേടിയായിട്ടും കൺഫ്യൂഷൻ ആയിട്ടും ഒക്കെ വന്നിട്ടുണ്ടാവും. കാരണം അവൾ കുട്ടിയായിരുന്നു അല്ലെ. അവളുടെ ജേർണി അവള് ആദ്യം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ കണ്ട ലോകം